ഹൈഡ്രജൻ ട്രെയിനുകൾ ഇന്ത്യയിലും ഒരു യാഥാർത്ഥ്യമാവുകയാണ്. ഈ വർഷം അവസാനത്തോടുകൂടി ഹിമാചൽ പ്രദേശിലെ ചില പരമ്പരാഗത റൂട്ടുകളിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ കൂകിപ്പായാൻ പോവുകയാണ്. അന്തരീക്ഷ മലിനീകരണം തീരെയില്ലാത്ത ഇന്ധനങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവൻ പരക്കം പായുമ്പോഴാണ് ഈ സന്തോഷ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. എന്നാൽ ഇന്നത്തെ ചർച്ച അതുതന്നെയാകട്ടെ. ഹൈഡ്രജൻ എങ്ങനെയാണ് ഒരു ഇന്ധനമായി പ്രവർത്തിക്കുന്നത്? നമസ്കാരം, ഞാൻ ഷാബു പ്രസാദ്. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ കമൻ്റായി രേഖപ്പെടുത്താനും അഭ്യർത്ഥിക്കുന്നു. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന സയൻസ് വീഡിയോകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഹൈഡ്രജൻ ഇന്ധനങ്ങൾ. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഏതാണ് എന്നറിയുമോ? അത് ഹൈഡ്രജനാണ്. ഏറ്റവും അധികം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ഈ പ്രപഞ്ചത്തിൻ്റെ 75% ഹൈഡ്രജനാണ്. അവിശ്വസനീയമായി തോന്നുന്നുണ്ടല്ലേ? സൂര്യനിലും ആയിരക്കണക്കിന് കോടി നക്ഷത്രങ്ങളിലും എല്ലാം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ടാണ്. 2 ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ ചേർന്ന് ഹീലിയം ആറ്റമാകുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് ഈ നക്ഷത്രങ്ങളിലെല്ലാം ഊർജമുണ്ടാകുന്നത്. അങ്ങനെ സൂര്യനിലുണ്ടാകുന്ന ഊർജമാണ് നാം സ്വീകരിക്കുന്നത്. ഭൂമിയുടെ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ അടിസ്ഥാനം സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രവൃത്തിയാണ്. ആ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ അടിസ്ഥാന ഇന്ധനമാണ് ഹൈഡ്രജൻ. അതാണ് പറഞ്ഞത് സുഹൃത്തുക്കളെ, ഈ പ്രപഞ്ചത്തിലാകെയുള്ള വസ്തുക്കളിൽ, ആകെയുള്ള മൂലകങ്ങളിൽ 75% ഹൈഡ്രജനാണ് എന്ന്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായ ഒരു മൂലകമാണ്. എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ. നമുക്കറിയാം, എല്ലാ മൂലകങ്ങളുടെയും ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആറ്റമാണ്. പ്രോട്ടോണും ന്യൂട്രോണും അടങ്ങിയ ഒരു ന്യൂക്ലിയസ്, അതിനു ചുറ്റും പ്രോട്ടോണിൻ്റെ അത്രയും എണ്ണം ഇലക്ട്രോണുകൾ വിവിധ ഓർബിറ്റുകളിൽ ഭ്രമണം ചെയ്യുന്നതാണ് ഒരു ആറ്റോമിക് സ്ട്രക്ചർ അഥവാ ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. എല്ലാ മൂലകങ്ങളിലും ന്യൂട്രോണുകൾ ഉണ്ടായി എന്ന് വരില്ല, എന്നാൽ പ്രോട്ടോണുകൾ നിർബന്ധമായി ഉണ്ടാകും. ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമേയുള്ളൂ. ന്യൂക്ലിയസിനുള്ളിൽ ഒരു പ്രോട്ടോൺ, അതിനു ചുറ്റും വലം വയ്ക്കുന്ന ഒരു ഇലക്ട്രോൺ, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, ഹൈഡ്രജൻ ഏറ്റവും ലളിതമായ ഒരു മൂലകമാണ്. ഈ മൂലകം അത്രത്തോളം ലളിതമായതുകൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം ഉണ്ടായിരിക്കുന്നതും. സംഗതി ഇത്രത്തോളം ലളിതമാണെങ്കിലും ഈ ആള് അത്ര നിസ്സാരനൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന എനർജി മുഴുവനും ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത്രമാത്രം സിമ്പിളാണെങ്കിൽ, ഇത്രമാത്രം നമ്മുടെ ചുറ്റും അവൈലബിൾ ആണെങ്കിൽ എന്തുകൊണ്ട് നമുക്കതൊരു സാധാരണ ഇന്ധനം പോലെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല? പെട്രോളും ഡീസലും ഒക്കെ പോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയേണ്ടതല്ലേ ഇത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ സിംപ്ലിസിറ്റി തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. ഭാരം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ അത് പുറത്തു ചാടും, അത് വായുവിലേക്ക് രക്ഷപ്പെടും. കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്, ഹൈഡ്രജൻ ബലൂണുകളൊക്കെ, ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് അതിൻ്റെ പാട്ടിന് പോകും. ഹൈഡ്രജനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതുമല്ല, 1 ലിറ്റർ പെട്രോളിൽ നിന്നുണ്ടാകുന്ന അത്ര ഊർജം ഉണ്ടാക്കാൻ ആവശ്യമായ ഹൈഡ്രജൻ, അത് കിലോ കണക്കിന് ഹൈഡ്രജൻ വേണം. ആ കിലോ കണക്കിന് ഹൈഡ്രജൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള ഹൈഡ്രജൻ വാതകത്തെ കംപ്രസ് ചെയ്ത് ചുരുക്കി സ്റ്റോർ ചെയ്യണം. ഇത് വലിയ പ്രോസസ്സാണ്. ഇത് വളരെ സങ്കീർണമാണ്, വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. മാത്രവുമല്ല, കംപ്രസ്ഡ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് വളരെ അപകടകാരിയുമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സാങ്കേതിക വെല്ലുവിളികൾ ഉള്ളതുകൊണ്ടാണ് ഹൈഡ്രജനെ ഒരു സാധാരണ ഇന്ധനം പോലെ ഉപയോഗിക്കാൻ കഴിയാതിരുന്നത്. എന്നാൽ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിച്ചിട്ടില്ലേ? ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും സ്പേസ് ടെക്നോളജിയിലാണ്. വലിയ റോക്കറ്റുകളുടെ അവസാന ഘട്ടമായ ക്രയോജനിക് എഞ്ചിനുകളുടെ ഇന്ധനം എന്ന് പറയുന്നത് ശുദ്ധമായ ദ്രവീകരിക്കപ്പെട്ട ലിക്വിഡ് ഹൈഡ്രജനാണ്. അത് ഈ ലിക്വിഡ് ഹൈഡ്രജൻ ആക്കിയെടുക്കുക എന്ന് പറയുന്നതും അതിസങ്കീർണമായും അപകടം പിടിച്ച ഒരു പ്രോസസ്സാണിത്. -273 ടെമ്പറേച്ചറിൽ മാത്രമേ
ഒരു ലിക്വിഡ് ഹൈഡ്രജനെ സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ആ ലെവലിലേക്ക് ഹൈഡ്രജനെ കംപ്രസ് ചെയ്ത് കൊണ്ടുവരണം. ആ അവസ്ഥയിലുള്ള ഹൈഡ്രജനെ ഇന്ധനമായി ഉപയോഗിക്കുമ്പോഴാണ് ക്രയോജനിക് എഞ്ചിൻ വലിയ ഊർജം നൽകുന്നത്. ഇതിൻ്റെ ഈ സങ്കീർണത കൊണ്ട് തന്നെ ഹൈഡ്രജൻ ഇന്ധനം എന്ന് പറയുന്നത് എത്രയോ കാലം സ്പേസ് ടെക്നോളജിയിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. സാധാരണ ഒരു വണ്ടി, ഒരു കാറോ ബസ്സോ ട്രെയിനോ ഒക്കെ ഓടിക്കാൻ ക്രയോജനിക് എഞ്ചിനൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്നത് പൊതുവെ റോക്കറ്റ് എഞ്ചിനുകളെല്ലാം തന്നെ ഏതാനും മിനിറ്റുകൾ മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. ആ ചെറിയ സമയത്തിനുള്ളിൽ പരമാവധി ഊർജം ഉപയോഗിച്ച് ഉപേക്ഷിക്കുകയാണ് റോക്കറ്റ് എഞ്ചിനുകൾ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ സാധാരണ ഉപയോഗങ്ങളിൽ ഒരിക്കലും അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ലെവലിലേക്ക് ഹൈഡ്രജൻ ഇന്ധനത്തെ കൊണ്ടുവരാൻ ഒരുപാട് കാലമെടുത്തു. ഇപ്പോൾ അതിൻ്റെ കാലമാണ്. എങ്ങനെയാണ് ഹൈഡ്രജൻ നമുക്കൊരു സാധാരണ ഇന്ധനമായി ഉപയോഗിക്കുന്നത്? അവിടെ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഫ്യുവൽ സെൽ? എന്താണ് സെൽ? ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് വളരെ പരിചിതമാണ്. അതിലൊരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാകും, ഒരു ആനോഡ് ഉണ്ടാകും, ഒരു കാഥോഡ് ഉണ്ടാകും. 2 ടെർമിനലുകൾ അതിലുണ്ടാകും. ആ ടെർമിനലുകളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടെ ആ വയറിൽ കൂടെ, ആ കണക്ടറിൽ കൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകും. ആ വൈദ്യുതിയെ വല്ല മോട്ടറിലേക്കോ ലൈറ്റിലേക്കോ ഒക്കെ കടത്തിവിട്ടാൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതാണ് ഒരു ഫ്യുവൽ സെൽ എന്ന് പറയുന്ന സംഭവം. അനേകം സെല്ലുകൾ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ പവർ കിട്ടും. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലും വർക്ക് ചെയ്യുന്നത്. ആ ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വെള്ളം എന്താണെന്ന് പരിശോധിക്കാം. എന്താണ് വെള്ളം? വെള്ളം എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേരുന്ന ഒരു സംയുക്തമാണ്, ഒരു കോമ്പൗണ്ടാണ്. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും ചേരുന്നതാണ് വെള്ളത്തിൻ്റെ ഒരു മോളിക്യൂൾ, ഒരു തന്മാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോർമുല H2O എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. ഇതാണ് വെള്ളം എന്ന് പറയുന്നത്. ഈ വെള്ളത്തിൻ്റെ ഘടകങ്ങളെ നമുക്ക് വേർതിരിച്ചാൽ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കുകയും ചെയ്യും. അതെങ്ങനെയാണ് ലഭിക്കുക? വെള്ളത്തിലേക്ക് 2 ഇലക്ട്രോഡുകൾ താഴ്ത്തി വെച്ച് അതിനെ ഒരു ബാറ്ററിയുമായി കണക്റ്റ് ചെയ്താൽ ആ വെള്ളത്തിലൂടെ വൈദ്യുത പ്രവാഹമുണ്ടാകും, ഇലക്ട്രോൺ പ്രവാഹമുണ്ടാകും. അങ്ങനെ വെള്ളത്തിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ വെള്ളത്തിൻ്റെ മോളിക്യൂളുകളുമായി പ്രതിപ്രവർത്തിച്ച് ഇൻ്ററാക്റ്റ് ചെയ്ത് അതിലെ ഹൈഡ്രജൻ ആറ്റത്തെയും ഓക്സിജൻ ആറ്റത്തെയും വേർതിരിച്ച് ഒരു ടെർമിനലിലൂടെ ഹൈഡ്രജനും മറ്റേ ടെർമിനലിലൂടെ ഓക്സിജനും പുറത്തു വരും. വെള്ളത്തിനെ വിഘടിപ്പിച്ച് ഓക്സിജനും ഹൈഡ്രജനുമാക്കി മാറ്റും. ഇതിൻ്റെ നേർവിപരീതമായ ഒരു പ്രവൃത്തിയാണ് ഹൈഡ്രജൻ സെല്ലിൽ നടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. എങ്ങനെയാണ് പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉണ്ടാകുന്നത്? അവിടെ ഒരു മൂവ്മെൻറ്റിനെ വൈദ്യുതിയാക്കി മാറ്റുകയാണ്. ഒരു ആർമേച്ചർ അഥവാ കോപ്പർ കോയിലുകൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ അവിടെ വൈദ്യുതി ഉണ്ടാകും. ഇതിൻ്റെ നേരെ വിപരീത പ്രവർത്തനമാണ് ഒരു മോട്ടറിൽ നടക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ. ഒരു മൂവ്മെൻറ്റിനെ ജനറേറ്റർ വൈദ്യുതിയാക്കി മാറ്റുമ്പോൾ ഒരു മോട്ടറിൽ വൈദ്യുതിയെ ഒരു മോട്ടർ മൂവ്മെൻ്റാക്കി മാറ്റുന്നു, ചലനമാക്കി മാറ്റുന്നു. സിമ്പിളല്ലേ ഇത്? ഇതേപോലെ തന്നെ ഒരു ജനറേറ്ററിലും ഒരു മോട്ടറിലും ഉള്ളത് ഒരേ ഘടകങ്ങൾ തന്നെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, കോപ്പർ കോയിലുകൾ ഉണ്ടാകും. പക്ഷേ രണ്ടും 2 പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഒരിടത്ത് മൂവ്മെൻറ്റിനെ വൈദ്യുതിയാക്കും, മറ്റിടത്ത് വൈദ്യുതിയെ മൂവ്മെൻ്റാക്കും. അതുപോലെ തന്നെ ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിലും സംഭവിക്കുന്നത് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. എന്താണ് സാധാരണഗതിയിൽ ഒരു ഇലക്ട്രോളിസിസിൽ സംഭവിക്കുന്നത്? വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിനെ വിഘടിപ്പിക്കുമ്പോൾ അവിടെ ഹൈഡ്രജനും ഓക്സിജനുമായി മാറും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓക്സിജനെയും ഹൈഡ്രജനെയും ചേർത്ത് വെള്ളമാക്കുമ്പോൾ അവിടെ വൈദ്യുതിയും ഉണ്ടാകുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്ര മാത്രം ലളിതമാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ലളിതമാണ്, എന്നാൽ ഈ പ്രക്രിയ, ഈ ടെക്നോളജി അത്ര ലളിതമല്ല. ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ ഏതൊരു സെല്ലിലുള്ളതുപോലെയും ഒരു ആനോഡുമുണ്ട്, ഒരു കാഥോഡുമുണ്ട്. ഇതിൻ്റെ ആനോഡിൻ്റെ ഭാഗത്ത് അവിടെ ഇന്ധനമായി ഹൈഡ്രജനാണ് നിറയ്ക്കുക. ആ ഹൈഡ്രജനാണ് അതിലെ പാസ് ചെയ്യുക.
ഈ പാസ് ചെയ്യുന്ന ഹൈഡ്രജൻ അവിടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്. ആ കാറ്റലിസ്റ്റിലൂടെ കടന്നു പോകുമ്പോൾ ആ കാറ്റലിസ്റ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് ഈ ഹൈഡ്രജൻ ആറ്റത്തിനെ അവിടെ വിഘടിപ്പിക്കും. അങ്ങനെ ഹൈഡ്രജൻ ആറ്റത്തിനെ വിഘടിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക? ആകപ്പാടെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിലുള്ളത് ഒരു പ്രോട്ടോണുമുണ്ട്, ഒരു ഇലക്ട്രോണുമുണ്ട്. അതിനെ പ്രോട്ടോണുമായിട്ടും ഇലക്ട്രോണുമായിട്ടും വിഘടിപ്പിക്കും. ഈ വിഘടിപ്പിക്കുമ്പോൾ ഈ പ്രോട്ടോണിനെ, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിനെ ഈ ഇലക്ട്രോലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ കാഥോഡിലേക്ക് കൊണ്ടുപോകും. ആ ഇലക്ട്രോലൈറ്റിലൂടെ അത് കടന്നു പോകും. എന്നാൽ ആ ഇലക്ട്രോൺ ഈ ഇലക്ട്രോലൈറ്റിലൂടെ കടന്നു പോവില്ല. അതിനു പകരം ആ ഇലക്ട്രോണിനെ ഒരു കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട്, ഒരു വയർ ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരും. ഇലക്ട്രോണിൻ്റെ പ്രവാഹമാണല്ലോ വൈദ്യുതി എന്ന് പറയുന്നത്. അങ്ങനെ ആ വയറിലൂടെ വരുന്ന ഇലക്ട്രോൺ തിരിച്ച് ഈ കാഥോഡുമായി ഏതെങ്കിലും ഒരു സർക്യൂട്ട് വഴി കണക്ട് ചെയ്ത് ആ സർക്യൂട്ട് പൂർണ്ണമാകുമ്പോൾ അവിടെ ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാകും. അങ്ങനെ കാഥോഡിലെത്തുന്ന ഇലക്ട്രോൺ ഇലക്ട്രോലൈറ്റിൽ കൂടെ എത്തുന്ന പ്രോട്ടോണുമായി യോജിച്ച് വീണ്ടും അവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടാകും. ആ കാഥോഡിൻ്റെ ഭാഗത്ത് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജനും കൂടെ വരുമ്പോൾ ആ ഓക്സിജനും ഈ ഹൈഡ്രജനും ചേർന്ന് വീണ്ടും വെള്ളമായി മാറും. ആ വെള്ളം അവിടെ പുറന്തള്ളുകയും ചെയ്യും. ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉണ്ടാകുന്നതിനോടൊപ്പം പുറന്തള്ളപ്പെടുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായിരിക്കുന്നത്. ഇങ്ങനെ അനേകം ഫ്യൂവൽ സെല്ലുകൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു പവർ പാക്കായി മാറും. ഹൈഡ്രജൻ മാത്രം പുറത്തുനിന്ന് നിറച്ചുകൊണ്ടിരുന്നാൽ ഒരു വശത്ത് നിന്ന് വൈദ്യുതി ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ റെസിഡ്യൂവായി, വേസ്റ്റായി വെള്ളം വരികയും ചെയ്യും. ആ വെള്ളം പുറന്തള്ളുകയും ചെയ്യും. ആ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കാം. ആ മോട്ടോറുകൾ വാഹനങ്ങളിലാണുള്ളതെങ്കിൽ അതുപയോഗിച്ച് വാഹനം ഓടിക്കാം. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. പാരമ്പര്യ ഊർജ്ജ സോഴ്സുകൾ ധാരാളമുണ്ട്. സോളാർ വൈദ്യുതി, കാറ്റിൽ നിന്നുള്ള കാറ്റാടി വൈദ്യുതി. പക്ഷേ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഇന്ധനത്തിൽ നിന്ന് വലിയ ഊർജം ഉണ്ടാക്കാൻ കഴിയുന്ന പാരമ്പര്യേതര ഒരു ഊർജ സ്രോതസ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ തന്നെയാണ്. ഇവിടെ കാർബൺ പുറന്തള്ളൽ എന്ന് പറയുന്നത് സീറോയാണ്. അത് മാത്രമല്ല, ഇത് പുറന്തള്ളുന്നത് വെറും വെള്ളവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈഡ്രജൻ ഇന്ധനങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. ഇത്രമാത്രം ലളിതമാണെങ്കിൽ എന്തുകൊണ്ടാണ് സാർ ഇത് ഇത്രയും അധികം വൈകിയത് എന്നൊരു ചോദ്യം വരാം. അത് മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ ലളിതമാണെങ്കിലും ഇതിൻ്റെ പ്രോസസ്സ് വളരെയധികം സങ്കീർണമാണ്, വളരെയധികം ചെലവേറിയതാണ്, വളരെയധികം അപകടം പിടിച്ചതുമാണ്. കാരണം ഹൈഡ്രജൻ ഹൈലി എക്സ്പ്ലോസീവായിട്ടുള്ള ഒരു വാതകമാണ്. കൂടാതെ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ അത്യാവശ്യമായി ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന ഒരു പദാർത്ഥത്തെ പറ്റി പറഞ്ഞല്ലോ. ഈ കാറ്റലിസ്റ്റാണ് ഹൈഡ്രജൻ ആറ്റത്തെ പ്രോട്ടോണും ഇലക്ട്രോണുമായി വേർതിരിക്കുന്നത്. ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പ്ലാറ്റിനം, ഇറിഡിയം തുടങ്ങിയ ലോഹങ്ങളാണ്. ഇത് വളരെ 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 എക്സ്പെൻസീവാണ്, ഏറ്റവും ചിലവേറിയതാണത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ അടുത്ത കാലം വരെ എക്കണോമിക്കലി വയബിൾ ആയിരുന്നില്ല എന്നതും ഇവിടെ ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെയുള്ള പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ചാലഞ്ചുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഹൈഡ്രജനെ ഒരു സാധാരണ ഇന്ധനം പോലെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയാതിരുന്നത്. എന്നാൽ കാലം ഒരുപാട് മുമ്പോട്ട് പോയപ്പോൾ ഹൈഡ്രജനും നമ്മുടെ സാധാരണ ഉപയോഗങ്ങൾക്ക് വഴങ്ങുന്ന രീതിയിലേക്ക് നമ്മുടെ ടെക്നോളജികൾ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് നാളത്തെ ഇന്ധനമല്ല, അത് ഇന്നത്തെ ഇന്ധനമായി മാറിക്കഴിഞ്ഞു. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേയും ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിക്കാൻ തീരുമാനിച്ചതും ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചതും ആ ടെക്നോളജി ഡെവലപ്മെൻറ്റ് പൂർണ്ണമായതും ഏതാനും മാസങ്ങൾക്കുള്ളിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിനുകളും ഈ നാട്ടിൽ കൂകിപ്പായാൻ തുടങ്ങുന്നതും. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.